സൗകര്യങ്ങൾ ഇവിടെ കൊടുത്താൽ, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ആം, ആ സൗകര്യം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാരെല്ലാം അടുത്ത 10 വർഷത്തിനകം ഇവിടെ തിരിച്ചു വരും. എസ്പെഷ്യലി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പല വീടുകളും അടഞ്ഞു കിടക്കുക. തീർച്ചയായിട്ടും. ഈ ആളുകളെല്ലാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീടെല്ലാം തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡബിൾ ഡെക്കർ ബസ് ഈയിടെ എറണാകുളത്ത്. ലോ ഫ്ലോർ, അവിടെയുള്ള ആൾക്കാരെ, റിട്ടയർമെൻറ്റ് ചെയ്ത ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഈ പണ്ടൊക്കെ ഈ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ആളുകളുടെ മനസ്സിൽ അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു ജീവിതം നാട്ടിൽ ജീവിക്കണം, കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ മാറി. ഗൾഫിലെ കാര്യം മാത്രമല്ല എടുക്കുന്നത്, മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ പലരും നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അവരെന്താണ് അവിടെ നിലനിർത്തുന്നത്? അവിടെ സ്റ്റക്കായി പോകുന്നത് എന്തുകൊണ്ടാണ്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കാരണം അവിടുത്തെ സൗകര്യങ്ങളാണ്. സൗകര്യങ്ങൾ നമ്മളെ അങ്ങോട്ട് പിടിച്ചു നിർത്തുകയാണ്. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. പക്ഷേ ആ സൗകര്യങ്ങൾ ഇവിടെ കൊടുത്താൽ, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ആ സൗകര്യം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാരെല്ലാം അടുത്ത 10 വർഷത്തിനകം ഇവിടെ തിരിച്ചു വരും. യാതൊരു സംശയവുമില്ല. ഇപ്പം അവിടെ പ്രായം ചെന്ന ആളുകൾ, ഇപ്പം നമുക്ക് ചെയ്യാവുന്ന വേറൊരു അടുത്ത സ്റ്റെപ്പ്, എങ്ങനെ അവിടെയുള്ള ആൾക്കാരെ, റിട്ടയർമെൻറ്റ് ചെയ്ത ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഒരു പരിധിവരെ കുറേ പേര് അങ്ങോട്ട് പോകുമ്പം നല്ലൊരു ശതമാനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അവസരമുണ്ട്. കാരണം ഈ വർഷങ്ങൾ ജോലി ചെയ്തപോലെ റിട്ടയർമെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരവരൊക്കെ. അപ്പോൾ അവർക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ഇവിടെ കൊടുത്താൽ അവർ തിരിച്ചിവിടെ വരും. അല്ല, അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഡോക്ടേഴ്സ്, നേഴ്സുമാർ, മെഡിക്കൽ ഫീൽഡിലുള്ള ഏത് സെക്ടറും, അതുപോലെ ട്രാൻസ്പോർട്ട് ജോലി ചെയ്യുന്ന ആളുകൾ. ഇപ്പം ഞാനൊക്കെ ഇവിടെ CTL എന്ന് പറയുന്നൊരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത ആളാണ്. ഇപ്പം ഞാനൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ജോലി അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുത്താൽ പല മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ഡോക്ടർമാരുണ്ട്, അവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ്, ഇവിടുന്ന് നേരത്തെ പോയവർ, നേഴ്സുമാർ, ഇവരൊക്കെ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞിട്ട് അവിടെ ജോലിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്. ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേഴ്സുമാർ വന്ന് ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ അഡ്വൈസറി ബോർഡിൽ വന്നു കഴിഞ്ഞാൽ, ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. അവരുടെ എക്സ്പീരിയൻസ് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്തരത്തിൽ അവിടെ റിട്ടയർമെൻറ്റ് പോലെ ജീവിക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരു അവസരം ഒരുക്കി കൊടുക്കണം എന്ന്. തീർച്ചയായിട്ടും അതുണ്ട്. അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്ത് ഈ നാട് അത്തരത്തിൽ ഒരു വികസിത പാതയിൽ മുന്നോട്ട് പോയാൽ ഇവിടുത്തെ ഒരു രീതികളോട് അത് പൊരുത്തപ്പെടാൻ സാധിക്കുമോ? നമ്മൾ അതുവരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു വികസനത്തെ അത് വേറൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോകുമോ? ഇല്ല, അതിനോട് യോജിച്ച് നിന്നുകൊണ്ട് ആണല്ലോ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ പാകപ്പിഴകൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും, ഞങ്ങൾ പറഞ്ഞു തരും. അപ്പം അങ്ങനെ വരുമ്പം ഒരു മാറ്റത്തിന് കാരണമാവും. ഇത് ശരിക്കും ഒരു ടൂറിസം ഒക്കെ ആയിട്ട് പോലും കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. കാരണം പക്ഷെ അത്രത്തോളം വിശാലമായിരിക്കണം ഇവിടുത്തെ സിസ്റ്റം. ഞാൻ പറഞ്ഞില്ലേ, അവിടെ റിട്ടയർ ചെയ്തവർക്ക് വോളണ്ടിയേഴ്സായിട്ട് അവിടെ ഓരോ സ്ഥാപനങ്ങൾ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞവർ റിട്ടയർമെൻ്റ് എടുത്ത് ആദ്യത്തെ ഒരു വർഷം അവർ പുറത്തു കൂടെയൊക്കെ നടന്ന് എൻജോയ് ചെയ്യാൻ പോകും. ഈ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം എന്നുള്ള മാനസിക ഉല്ലാസത്തിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയല്ല, പക്ഷേ മാനസികമായിട്ടുള്ള 10 പേരെ കാണണം. അങ്ങനെ വേണ്ടി ഒരു വോളണ്ടിയർ വർക്കിന് അവിടുത്തെ ഓരോ സ്ഥാപനങ്ങൾ ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട്. അതിന് പൈസ ഇല്ലാതെ വോളണ്ടിയർ വർക്ക് ചെയ്യാൻ പോകുന്നവരാണ്. ഈ അവരുടെ ഒരു ടൈം പാസ് വേണം, കുറച്ച് പേരെ കണ്ടുകൊണ്ടിരിക്കണം, ഒരു സോഷ്യലൈസേഷൻ കിട്ടണം. അങ്ങനെ അവിടെ വോളണ്ടിയർ വർക്ക് ഓരോ ബോർഡിൽ അവർ ഓരോ ചിലപ്പം പള്ളി വഴിയായിരിക്കും, ചിലപ്പോൾ സ്കൂൾ വഴിയായിരിക്കും, അവർക്ക് പറ്റുന്ന ഓരോ ഫീൽഡിൽ
ഫ്രീ ആയിട്ട് കൊടുക്കും. അവർക്ക് ഭക്ഷണം മാത്രം കൊടുക്കുന്ന സംവിധാനം അവിടെയുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ ഉള്ള സ്ഥലങ്ങളിൽ ഫ്രീ വോളണ്ടിയേഴ്സിനെ വിദേശത്തു നിന്ന് വരാൻ ആപ്ലിക്കേഷൻ എടുത്താൽ തീർച്ചയായും കുറേ പേരുണ്ടാവും. അത് കേരളത്തിന് ഭയങ്കര ഒരു ഉത്തേജനം നൽകുന്ന ഒന്നായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിദേശത്തേക്ക് പോവുക എന്നുള്ളതൊരു ട്രെൻഡാക്കി ഫാഷനാക്കി കൊണ്ടുപോകുന്ന ഒരു തലമുറയ്ക്കടക്കം നാട്ടിൽ തന്നെ നിൽക്കാനുള്ള പ്രേരണകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മുഖാന്തരം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നാടൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു വികസനത്തിലേക്ക് പോകും അല്ലേ? അത് തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് അവിടെ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കാൻ ഇത്തരം വികസനങ്ങൾ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. സാധിക്കും. പക്ഷെ അവിടുത്തെ ഒരു രീതികളോട് പൊരുത്തപ്പെട്ട് ഒരുപാട് വർഷം ജീവിച്ച ഇനിയിപ്പോൾ മലയാളികളായിക്കോട്ടെ, അവരെല്ലാവരും തിരിച്ചു വരുമ്പോൾ അവരുടെ ഒരു റിട്ടയർമെന്റ് ലൈഫോ അല്ലെങ്കിൽ ഒരു ശിഷ്ടകാലമോ ജീവിക്കാൻ പാകത്തിനാണോ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ? നല്ലൊരു ക്വസ്റ്റനാണ്. അതായത് അവിടുത്തെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പെൻസാണ് ഈ റിട്ടയർമെൻറ്റിൽ ജീവിതം. അതായത് നേഴ്സിംഗ് ഹോമിൽ പോകുന്ന സമയം, നമ്മുടെ അന്ത്യ ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ വളരെ ഒരു നല്ല ഒരു ജോലി ചെയ്ത വ്യക്തിക്ക് പോലും അത് അഫോർഡ് ചെയ്യാൻ മേലാത്ത രീതിയിലേക്ക് വരുവാണ് അവിടെ. നേഴ്സിംഗ് ഹോമിൽ കിടക്കണതിന് ഭയങ്കര ചിലവാണ്. അസിസ്റ്റഡ് ലിവിങ്ങിലുണ്ട്. ഇതെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് അവരവർ വീട്ടിൽ തന്നെ കഴിയാനാണ് ശ്രമിക്കുന്നത്. ചിലപ്പോൾ അതെല്ലാം പറ്റാത്തവരൊന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവർക്കൊരു സർവീസിനുള്ള ഒരു ടൈം പാസ് ഇവിടെ ജോലിയാവും. ഇവിടെ കോട്ടയം, ഇപ്പോൾ എസ്പെഷ്യലി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പല വീടുകളും അടഞ്ഞു കിടക്കുക. ഈ ആളുകളെല്ലാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീടെല്ലാം തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. അപ്പം അതുപോലെ അവർക്ക് ഒരു അസിസ്റ്റഡ് ലിവിങ് സിസ്റ്റം ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 5 സ്റ്റാർ നേഴ്സിംഗ് ഹോം വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം ഇവിടെ വരും. കാരണം ലോ കോസ്റ്റിൽ ഇവിടെ ജീവിക്കാൻ സാധിക്കും. അവരുടെ ആ ഇൻകത്തിൽ നിന്ന്, ആ ഇൻകം കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാം. നമ്മുടെ സാമ്പത്തിക അവസ്ഥയും കുറച്ചും കൂടി അല്ലേ മെച്ചപ്പെടുത്തും. വരും. അപ്പോൾ ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ, അവിടുത്തെ ഒരു കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിട്ടൊക്കെ നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ കേരളത്തിലുള്ളത്? അതെ, ഇപ്പോഴും കേരളത്തിലെ അഫോർഡ് ചെയ്യാവുന്നതാണ്. പ്ലസ് ഈ മൂല്യം, വിദേശ നാണയത്തിൻ്റെ മൂല്യം ഉണ്ടല്ലോ, നല്ലൊരു മൂല്യമാണല്ലോ. ഇപ്പം കുവൈറ്റ് ദിനാറുള്ളവർക്ക് നല്ലൊരു വില ഇന്ത്യൻ റുപ്പീസിനുണ്ട്. ഡോളറിനാണെങ്കിൽ 85 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വലിയൊരു വ്യത്യാസമാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞു, കോട്ടയം അടക്കമുള്ള നാടുകളിൽ ഒരുപാട് വീടുകൾ, വലിയ വലിയ വീടുകൾ പണിതിട്ടിട്ട് അനാഥമായിട്ട് കിടക്കുന്നു എന്നുള്ളത്. അവിടെ ആകെ ചിലപ്പോൾ 1-2 വൃദ്ധർ കാണും. അതല്ലാതെ യുവാക്കളോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോ ഒന്നും അവിടെ ഇല്ല. അവരെല്ലാവരും വിവിധ വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വീടുകളൊക്കെ ഒന്ന് അനക്കം വെപ്പിക്കാനായിട്ട് സാധിക്കുക? അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആ ഡ്രീമാണ് ആ വീട്. അവരെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത വീടുകളാണ് 80s 90s ഇവിടെ പണിത വീടുകൾ. മനോഹരമായ കേരളത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴേ, കൊച്ചിയിൽ ഇറങ്ങുമ്പോഴേ പുറത്തോട്ട് ഡ്രൈവ് ചെയ്ത് പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് മനോഹരമായ വീടുകൾ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? ഇവരുടെ ഒരു ഡ്രീം പദ്ധതിയായിട്ട് നാട്ടിൽ പണിത വീടുകളാണ്. അത് അങ്ങനെ പണിത വീട്ടിനകത്ത് അവർക്ക് കൂടുതൽ നിൽക്കാൻ പറ്റാതെ വന്നു. പിള്ളേർക്ക് ജോലി നല്ലത് കിട്ടിയില്ലായിരിക്കാം. പല റീസൺ കൊണ്ട് അവർ തിരിച്ചു പോയവരാണ്, ഇവിടെ നിന്ന് തിരിച്ചു പോയവരാണ്. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ചെയ്താൽ അവിടെയുള്ളവർ കാരണവന്മാർ തിരിച്ചിവിടെ വരും. ഈ പിള്ളേർ പണിയിപ്പിച്ച പിള്ളേർ തന്നെ ഇവിടെ തിരിച്ചു വരും. ഇവിടെ ഒരു കംഫർട്ട് സോണും ഇവിടെ കൊടുക്കാൻ തയ്യാറായിരിക്കണം. ചിലരൊന്നും ഈ വെക്കേഷൻ എന്നുള്ള രീതിക്ക് പോലും വരുന്നില്ല. അതെന്തായിരിക്കും ആ ഒരു കാരണം? ഒരു മാസത്തെ വെക്കേഷനോ അതുപോലും വരുന്നില്ല. ചിലർ ഒരുപാട് വർഷങ്ങളായി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് വന്നിട്ട്. അതെന്താണ്? ആ നാടിനോടുള്ള ആ ഒരു വേരുമെല്ലാം പോയോ ആ മനസ്സ്? അത് ചിലർ ഇവിടുന്ന് തീർത്തെല്ലാം വിറ്റ് പോയവരുണ്ട്. അവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാനും പ്ലാനില്ല.
അതേ സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ മിസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രോബ്ലംസോ അത് ഒന്നുമില്ല, ഏത് നേരത്തും ഇവിടെ വരാമല്ലോ. വരാം അല്ലേ? ഇപ്പോൾ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ 40 വർഷക്കാലം അമേരിക്കയിൽ ജീവിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ലെസൺസ് എന്തൊക്കെയാണ്? എത്രത്തോളം മാറ്റി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉയരാനായിട്ട് അമേരിക്കൻ ജീവിതം സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് അവിടുത്തെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കൊച്ചിന് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കും എല്ലാവരും. എസ്പെഷ്യലി ഓറിയൻറ്റിൽ നല്ല എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷം അവിടുത്തെ ഗവൺമെൻറ് തന്നെ പിള്ളേരുടെ ഇഷ്ടം അനുസരിച്ച് എന്തേലും പഠിക്കാവുന്നിടത്തോളം പഠിപ്പിക്കാനാണ് അവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ വാട്ട് ഈസ് യുവർ ഡ്രീം എന്നാണ് ഒരു കൊച്ചിനോട്, അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് ആകുന്ന കൊച്ചിനോട് ആ രാജ്യം ചോദിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഡ്രീം മനസ്സിലാക്കി ആ ഡ്രീം വരെ ഫോളോ ചെയ്യാൻ ആ സർക്കാർ അവിടെ തയ്യാറാണ്. അപ്പം നമുക്കെല്ലാം ഒരു ഡ്രീമുണ്ട്. ആ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ സക്സസ് ആവും. അപ്പോൾ ഈ ഡ്രീമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓരോരുത്തരോടും അവരുടെ പാഷൻ എന്താണ്, ഡ്രീം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1, +2, അത് കഴിഞ്ഞാൽ ഡിഗ്രി, അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇങ്ങനെ ഉള്ളൊരു നടപടികളല്ലാതെ ഒരു ഡ്രീമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു LP UP കാലഘട്ടങ്ങളിലോ ആരും ചോദിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ട്. കാരണം വിദേശത്തും അമേരിക്കയിലുമൊക്കെ 10ാം ക്ലാസ് ആകുമ്പോഴേ അവൻ്റെ ആഗ്രഹത്തിനൊത്തു വിടുകയാണ്. ഒരുപക്ഷെ അവൻ എന്തെങ്കിലും ടെക്നിക്കൽ ഫീൽഡായിരിക്കും ഇഷ്ടം, അതിലേക്ക് പോവും. ഇവിടെ എല്ലാവർക്കും ഡോക്ടറോ എൻജിനീയേഴ്സ് അങ്ങനെയുള്ളത് മാത്രമേ പേരൻസ് പ്രിഫർ ചെയ്യുന്നുള്ളൂ. അവിടെ ചിലപ്പോൾ ഒരാൾക്ക് അവന് ബാർബറാകാനായിരിക്കും ഇഷ്ടം, ആ ബാർബറിൽ അവൻ അഗ്രഗണ്യനായിട്ടിരിക്കും. അപ്പോൾ അവൻ്റെ അടുത്ത് എല്ലാവരും വരും. ഇപ്പം നമ്മൾ ഡോക്ടറാകണമെന്നില്ല, ഒരു ബാർബറായാൽ മതി. ആ ബാർബർ അവൻ ചെയ്യേണ്ട പണി നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ആളുകൾ ദിവസവും രാത്രിയിൽ ലൈനായിരിക്കും. അവിടെയുള്ള ചെറുപ്പക്കാർ പിള്ളേർ ചില ബാർബറിനെ ഫോൺ ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് ദിവസങ്ങൾ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട് 2040 കഴിയുന്നതോടെ വികസിത രാജ്യത്തിലേക്കൊക്കെ പോകും എന്നൊക്കെ അധികാരികൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 2050 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമാകും എന്നുള്ള പ്രചരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ അത്തരത്തിലൊരു വികസിത രാജ്യമായി ഇന്ത്യ മാറുമെന്ന്? തീർച്ചയായും. കാരണം ഞാൻ ആദ്യം ഇവിടുന്ന് യാത്ര ചെയ്തപ്പം ന്യൂയോർക്കിൽ ഇറങ്ങുമ്പോൾ വലിയൊരു കെട്ടിടങ്ങളാണ് കാണുന്നത്. അതുപോലെ ചിക്കാഗോ വരും, വലിയ കെട്ടിടമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് വരുമ്പോൾ മനോഹരമായ വീടുകൾ, നല്ല പച്ചപ്പുള്ള പുൽത്തകിടുകൾ, അതിലുപരി ഫുള്ളി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സോളാറിൽ വർക്ക് ചെയ്യുന്ന കൊച്ചി എയർപോർട്ടാണ്. എത്ര മനോഹരം! ഇന്ന് ഈ സോളാറിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കൊച്ചി വന്ന് ഇത് കണ്ടിട്ട് പോകും. ഇതൊരു ടൂറിസത്തിൻ്റെ ഒരു മേഖലയായിട്ട് മാറിയിരിക്കുക സോഫാർന്ന്. കൊച്ചി വരുമ്പോൾ അത് ലോകത്തിലെ ആദ്യത്തെ സോളാർ എയർപോർട്ടാണിത്, കൊച്ചി. അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അതുപോലെ ഈ എയർപോർട്ടിനകത്ത് വളരെ അതിമനോഹരമായ റൂമുകൾ റെൻ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇത് ഏത് എയർപോർട്ടിലുണ്ട് റൂം അകത്ത് റെൻ്റ് ചെയ്യുന്നത്? വിദേശത്ത് അമേരിക്കയിൽ ഞാൻ ഇത് എങ്ങും കണ്ടിട്ടില്ല. നമുക്ക് റൂം കിട്ടും, പക്ഷേ അത് ടാക്സി എടുത്ത് അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് സ്വല്പം ഡ്രൈവ് ചെയ്യണം. ഇത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ, ഗേറ്റിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് നല്ല റൂം, അഫോർഡബിളായിട്ട് റൂമുണ്ട്. ആ റൂമിലേക്ക് കയറിയാൽ മതി. ഇപ്പോൾ ഒരു അമേരിക്കൻ മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളം ഇത്തരം വികസന കാര്യങ്ങളിൽ വ്യത്യസ്തമാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം കേരളത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന വികസനങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നത് എന്നുള്ള നിലയിലാണോ ആ പറഞ്ഞത്? കേരളം ഒത്തിരി മെച്ചപ്പെട്ടു. മെട്രോ, അതിമനോഹരമായ മെട്രോ ഇപ്പം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റേതായ ഒരു കൺജഷൻ ഇന്നിപ്പം ഇവിടെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം വളരെ ഗംഭീരമായിരിക്കും. അതുപോലെ ആലപ്പുഴയിലെ നാലുവരി ഹൈവേ വളരെ മനോഹരം.
അപ്പോൾ സർക്കാരും കൂടി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന അമേരിക്കൻ മലയാളികളെ അടക്കമുള്ളവരെ വീണ്ടും നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഇതുപോലെ ഇപ്പോൾ എഡ്യൂക്കേഷൻ സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ ഒരു അഡ്വൈസറി ബോർഡിലോ മറ്റോ അവരെ ഇനി ഫ്രീ കോസ്റ്റിന് നിർത്തിയാൽ തന്നെ, ഭക്ഷണം മാത്രം കൊടുത്ത് നിർത്തിയാൽ തന്നെ ഒരുപാട് പേര് വരും എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവകാശപ്പെട്ടത്. അപ്പോൾ സർക്കാർ എത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സാധ്യതകൾ തുറന്നു കൊടുക്കാൻ സാധിക്കുക? ഒരു പ്രാരംഭ ഘട്ടം എന്നുള്ള നിലയിൽ ഒരു സജഷൻ എന്തായിരിക്കും? അത് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ഡബിൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം നമുക്ക് കോസ്റ്റ് ഇല്ലാതെ വരുന്ന ആൾക്കാരാണ് അവർ വില്ലിങ് ആണല്ലേ? അവർ വില്ലിങ് അവർ ഇല്ല. നമ്മൾ ഇപ്പോൾ അവിടുത്തെ മലയാളി സംഘടനയായ ഫോമായും പൊക്കാനായും ഒക്കെ ഇതിന് പുറകെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ അടുത്ത ആഴ്ച പൊക്കാനയുടെ മീറ്റിംഗ് കുമരകത്ത് നടത്തുവാണ്. അപ്പോൾ അവിടെയൊക്കെ ഗവൺമെൻറ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അവിടെ ചർച്ചയാവുന്നുണ്ടല്ലേ? ഇത് മലയാളി സമാജങ്ങളിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഇനി പ്രാബല്യത്തിലേക്ക് വരണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബൂമിങ് ആയിരിക്കും. ഇപ്പോൾ 40 വർഷത്തെ അമേരിക്കൻ പ്രവാസ ജീവിതത്തിന് ശേഷമുള്ള ജോസേട്ടൻ്റെ ലൈഫ് നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം? ഇത്തരത്തിലുള്ള സാമൂഹിക കാര്യങ്ങളും മറ്റൊക്കെ മെച്ചപ്പെടുത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകാനാണോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടുത്തെ ട്രാൻസ്പോർട്ട് വകുപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് KSRTC വന്ന് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാൻ. ഇത് കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ സാധിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവിടെ ചില പഴയ സിസ്റ്റം ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പല വണ്ടികൾ ഒന്നിച്ചു പോകുന്നുണ്ട്. ഒരു എറണാകുളം വരുമ്പം പിന്നെയും എറണാകുളം പുറകെ വരുന്നുണ്ട്. ഒരു കോട്ടയം പോകുമ്പം അതുപോലെ വേറെയും കോട്ടയം വരുന്നു. പക്ഷേ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് സമയത്ത് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കീഴിലാണ് ഇപ്പോൾ KSRTC വകുപ്പ് അടക്കം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ KSRTC വകുപ്പ് അല്ലെങ്കിൽ KSRTC ബസ്സുകൾ അതൊക്കെ കാണുമ്പോൾ എന്താണ് അവിടെ ഒരു ട്രാൻസ്പോർട്ട്, അമേരിക്കയിലെ ഒരു ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ തോന്നുക? തീർച്ചയായിട്ടും കുറേ വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ KSRTC വളരെ മനോഹരമായിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡബിൾ ഡെക്കർ ബസ് ഈയിടെ ലോ ഫ്ലോർ ആദ്യമായിട്ട് ഗണേഷ് കുമാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം റോഡിലിറക്കിയത്. അതുപോലെ ഈ ടൂറിസത്തിൽ കുറേ വണ്ടികൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1-2 പ്രാവശ്യം യാത്ര ചെയ്തവനാണ്. ട്രാൻസ്പോർട്ടിൻ്റെ ടൂറിസം ബസ് വരുമ്പം അകത്തെ കയറി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിച്ച് തിരിച്ച് സേഫായിട്ട് കൊണ്ടിറക്കുന്ന പരിപാടി. ഇത് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ അത് വളരെ സക്സസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ നല്ലൊരു മൂവ്മെൻ്റ് അത്. ആളുകൾക്ക് കേരളം മുഴുവനും വളരെ തുച്ഛമായ ഒരു പൈസ ചെലവിൽ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സാധാരണക്കാരനും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെയും നല്ല നല്ല മാറ്റങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇനി എന്തായിരിക്കും കേരളത്തിൽ നിൽക്കുമ്പോഴുള്ള ജോസേട്ടൻ്റെ ആഗ്രഹങ്ങളും പ്രവർത്തന മേഖലയൊക്കെ എങ്ങനെയായിരിക്കും? എൻ്റെ പേഴ്സണലായിട്ടോ? അല്ല, ജോസേട്ടൻ്റെ ഒരു ആഗ്രഹങ്ങൾ. ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ജിജ്ഞാസ പങ്കുവച്ചിരുന്നല്ലോ. അതിനുവേണ്ടിയുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം വരാൻ പോവുകയാണ്. അപ്പോൾ അധികാരത്തിലേറാൻ പോകുന്നത് നിലവിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെൻറ് വരുവാണെങ്കിലും അവരോട് ഒപ്പം ചേർന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും. ആര് കയറിയാലും ജനസമ്മതിയോടുകൂടിയാണല്ലോ കയറുന്നത്. വോട്ട് ആർക്ക് കൂടുതൽ കിട്ടുന്നു അവർ കയറണം. പിന്നെ ഇവിടെ കാണുന്ന വേറൊരു കുഴപ്പം, ഒരാൾ കയറി കഴിയുമ്പം പ്രതിപക്ഷം പല പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്. അതല്ല, വിദേശ രാജ്യത്ത് പറഞ്ഞാൽ ഒരാൾ സ്ഥാനത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം നിശബ്ദമായിട്ട് നിൽക്കും. ചെയ്യേണ്ടത് ഭരണകക്ഷി ഭരിച്ചിരിക്കും, അവരുടെ രീതി അനുസരിച്ച് ഭരിച്ചിരിക്കും. അങ്ങനെ പോയെങ്കിലേ അത്
നമുക്ക് ഒരു ശാശ്വതമായ ഒരു ഫലം കിട്ടത്തുള്ളൂ. പക്ഷെ അമേരിക്കയിൽ ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മൂവ്മെന്റ് ഒക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിലൊക്കെ ആ, അതൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യപ്പെടാത്തൊരു സിസ്റ്റം അത് തികച്ചും ഒരു ജനാധിപത്യ വിരുദ്ധമാണെന്ന് തോന്നില്ലേ? അത് ചില സമയങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. എല്ലാ ഗവൺമെൻറ്റിനും എല്ലാ രാജ്യത്തും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി അമേരിക്കയിൽ ഇപ്പോഴും മലയാളികളായി അങ്ങോട്ട് പോയി തങ്ങി നിൽക്കുന്ന ആളുകളോട്, തങ്ങി നിൽക്കുന്ന എന്ന് ഉദ്ദേശിച്ചത് അവിടെ ജീവിതം തുടരാൻ ആഗ്രഹിക്കുന്നവരോട് ഇപ്പോൾ നാട്ടിലെത്തിയ ഒരാളെന്നുള്ള നിലയിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അതുപോലെ എല്ലാവരും കേരളം വന്ന് ഇന്നത്തെ കേരളം വന്ന് കാണുകയും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സംഭാവനകൾ ചെയ്യുകയും ചെയ്തു കൊടുക്കാം. ഗവൺമെൻറ്റുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് ഒരു അഡ്വൈസ് കൊടുക്കുകയും പറ്റുന്നവരൊക്കെ ശിഷ്ടകാലം അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫ് സ്വന്തം നാട്ടിൽ വന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അമേരിക്കയിലേക്കും മറ്റും പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കുക, അമേരിക്കയിൽ ഒരു 40 വർഷക്കാലം ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ യുവാക്കൾ ആദ്യം നോക്കുമ്പം ജോലി നോക്കണം. പക്ഷേ ആ യുവാവും അദ്ദേഹം തന്നെ ഒന്ന് ചിന്തിക്കണം, ഞാൻ പോകുന്നത് റൈറ്റ് വേയിലാണോ. അതിനുവേണ്ടി ഇപ്പം ചെയ്യാവുന്ന വേറൊരു അഡ്വൈസായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഈ വ്യക്തി ഇപ്പം എല്ലാ രാജ്യത്തും വിസിറ്റിംഗ് വിസ കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മാസം വിസിറ്റിംഗ് വിസയിൽ ചെന്ന് അവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ച് അവനവൻ്റെ തൊഴിലിനെ പറ്റി ഒന്നും കൂടെ റിസർച്ച് ചെയ്തതിന് ശേഷമേ ഈ നാട് വിടാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ആദ്യമേ എല്ലാം വിടുന്ന് കളഞ്ഞ് അവിടെ ചെന്ന് ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയോ ഉണ്ട്. ഒരുപാടുണ്ട്. കാനഡയിൽ കുറേ നാളായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കാരണം ഇവിടെ ഈവൻ അമേരിക്കയിൽ തന്നെ ഇവിടെ നിന്ന് നല്ല ജോലിയിൽ നിന്നിരിക്കുന്ന ആളുകൾ, ബാങ്കിൽ ജോലിക്കാർ, ടീച്ചേഴ്സ്, ഇവരൊക്കെ അവിടെ ചെന്ന് ഇവിടെയൊക്കെ ടീച്ചേഴ്സിന് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അതില്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അവൻ മാനസികമായിട്ട് അവനൊരു ലോ ഇതിലേക്ക് പോകുന്നു. അങ്ങനെ എന്തേലും സംഭവങ്ങൾ അവിടെയുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് ചെല്ലുമ്പം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല എങ്കിലും അപ്പം ആ സംഭവം അവിടെയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ഇനി പോകുന്നവർ ഒന്ന് അവിടെ ചെന്ന് ഒരു റിവ്യൂ ചെയ്തതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഗോൾഡ് കിടപ്പുണ്ട്, ആ ഗോൾഡ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കണം. നമ്മുടെ നാട് തന്നെ നമുക്കൊരു സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും അല്ലേ? അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കണം അല്ലേ? തീർച്ചയായും. അപ്പോൾ കൂടുതൽ പേര് ഒരു എടുത്തുചാടിയാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നൊരു അഭിപ്രായമാണ് അപ്പോൾ പറയുന്നത് അല്ലേ? അങ്ങനെ ഒരു ട്രെൻഡ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ 40 വർഷക്കാലം അമേരിക്കയിൽ ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ ആ ട്രെൻഡ് നമ്മുടെ നാടിന് നല്ലതല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. തീർച്ചയായും അല്ല. ഇവിടെ നല്ലവരും എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഇവിടുന്ന് പോവുക. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറൊരാൾ ഇവിടെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇനി ഈ പ്രവാസികളായിട്ടുള്ള ഇപ്പോൾ നാട്ടിലെത്തിയ നിങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായും. അപ്പോൾ ഇത്രയും നേരം അമേരിക്കൻ പ്രവാസ ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു പ്രവാസികൾക്കായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും മറ്റൊക്കെ സംസാരിച്ചതിനും ചില വിഷയങ്ങൾ സംവദിച്ചതിനും ഒരുപാട് താങ്ക് യു. ഇനി വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് വിവിധ വിഷയങ്ങളുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.